ഹായ്, ഞാൻ സുബിൻ വിആർ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളുടെ ആദ്യത്തെ കൺഫ്യൂഷൻ ആണ് ഏത് ITR ഫോം ആണ് ഉപയോഗിക്കേണ്ടത് എന്ന്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് ITR 1 സഹജ് മുതൽ ITR 7 വരെയുള്ള 7 ഫോമുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ITR 1 മുതൽ ITR 7 വരെയുള്ള ഓരോ ഫോമുകളും എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ആർക്ക് എപ്പോഴൊക്കെ ഈ ഫോമുകൾ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻകം ടാക്സുകാർ നിങ്ങളെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസ് വരാൻ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നമ്മളുടെ ചാനലിലെ സ്പെസിഫിക് വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ്. ആദ്യത്തെ ITR ഫോം ITR 1 സഹജ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ITR ഫോമാണ് സഹജ് എന്നുള്ളത്. അത് ആർക്കൊക്കെയാണ് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് മാത്രമാണ് ITR 1 ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നോൺ റെസിഡന്റ് ആണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ITR 2 എന്നുള്ള ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ITR 1 ഫോം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. സാലറി അല്ലെങ്കിൽ പെൻഷൻ ഇൻകം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ITR 1 ഫോം ഉപയോഗിക്കാം. ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വാടക വരുമാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് ഭവന വായ്പയുടെ പലിശ നിങ്ങൾ കിഴിവായിട്ട് അവകാശപ്പെടുന്നുണ്ട്, അത് ഒരു ഹൗസ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ITR 1 ഉപയോഗിക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സസ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം അങ്ങനെയുള്ള വരുമാനങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ITR 1 ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിന്നിംഗ് ഫ്രം ലോട്ടറി അല്ലെങ്കിൽ ഹോഴ്സ് റേസസിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ITR 2 ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും നറുക്കെടുപ്പിൽ നിന്ന് സമ്മാനം ലഭിച്ചിട്ടുണ്ട്, അതിൽ TDS പിടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ITR 1 ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ ITR 2 യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഗ്രികൾച്ചറൽ ഇൻകം 5000-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 2 എന്നുള്ള ഫോമിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആർക്കൊക്കെ ITR 1 ഉപയോഗിക്കാനായി സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 50 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് സാലറി ഇൻകം മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ ഇൻകം 50 ലക്ഷം രൂപയിൽ കൂടുതലാണ്, നിങ്ങൾക്ക് ITR 1 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ അഗ്രികൾച്ചർ ഇൻകം 5000 രൂപയിൽ കൂടുതലാണെങ്കിൽ ITR 1 ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ട്, മോർ ദാൻ വൺ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങളൊരു കമ്പനിയിലെ ഡയറക്ടർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺലിസ്റ്റഡ് ഈക്വിറ്റി ഷെയർസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോൺ റെസിഡന്റ് ആണ്, അല്ലെങ്കിൽ RNOR റെസിഡന്റ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്നുള്ള സ്റ്റാറ്റസിലാണ്, നിങ്ങൾ ഫോറിൻ അസറ്റ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾ റെസിഡന്റ് ആണ് പക്ഷെ നിങ്ങളൊരു ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിങ്ങളൊരു ഓതറൈസ്ഡ് സിഗ്നേച്ചറി ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ITR 1 എന്നുള്ള ഫോം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റു ഫോമുകളിലേക്ക് നിങ്ങൾക്ക് ITR 2 അല്ലെങ്കിൽ ITR 3 എന്നുള്ള ഫോമുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് ITR 2 എന്നുള്ള ഫോമാണ്. ITR 2 കോമൺലി യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സബ്സിക്വന്റ് ഫോമും പ്രീവിയസ് ഫോമിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാലറി ഇൻകം ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ, നിങ്ങൾക്ക് ഷെയർ ട്രേഡിങ്ങിൽ നിന്ന് ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ഗെയിനുകൾ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി പ്ലസ് ഷോർട്ട് ടൈം ലോങ് ടൈം ഗെയിനുകൾ നിങ്ങൾക്ക് ITR 2 എന്നുള്ള ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് ITR 2 ഫോം ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടോട്ടൽ ഇൻകം എക്സീഡിങ് 50 lakhs ആണ്, നിങ്ങൾക്ക് സാലറി ഇൻകം ആണ്, പക്ഷെ നിങ്ങളുടെ ഇൻകം 50 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ITR 2 യൂസ് ചെയ്യാം. നിങ്ങളുടെ അഗ്രികൾച്ചർ ഇൻകം 5000 rupees കൂടുതലാണെങ്കിൽ ITR 2 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ, മെയിൻലി ക്യാപിറ്റൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് ITR 2 നമ്മൾ യൂസ് ചെയ്യുന്നത്. മോർ ദാൻ വൺ ഹൗസ് പ്രോപ്പർട്ടി ആണ് നിങ്ങൾക്കുണ്ട്, നിങ്ങളൊരു ഡയറക്ടർ ഇൻ എ കമ്പനിയാണ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺലിസ്റ്റഡ് ഈക്വിറ്റി ഷെയർസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്, നിങ്ങൾ നോൺ റെസിഡന്റ് ആണ് അല്ലെങ്കിൽ RNOR സ്റ്റാറ്റസിലാണ് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിൽക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 2 ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫോറിൻ അസറ്റ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻകം ഉണ്ട്, നിങ്ങൾ സിഗ്നേച്ചറി ഇൻ ആൻ അക്കൗണ്ട് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, നിങ്ങൾ ഇവൻ ദോ നിങ്ങൾ റെസിഡന്റ് ആണെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ITR 2 തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ ITR 3. ITR 3 യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ദെൻ HUF, ഈ രണ്ട് കാറ്റഗറി ആളുകൾക്ക് മാത്രമാണ് ITR 3 യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മെയിൻലി ബിസിനസ് ഇൻകം റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ITR 3 യൂസ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ പ്രീവിയസ് 2 ITRസിന്റെ കണ്ടന്റ് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാലറീഡ് ആണ്, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഉണ്ട്, ഈ സാഹചര്യത്തിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോം ITR 3 ആണ്.
ആർക്കൊക്കെയാണ് ITR 3 യൂസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ HUFനാണ് ITR 3 യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം, നിങ്ങൾ ഡയറക്ടർ ഇൻ എ കമ്പനി, ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ദെൻ ഇൻകം ഓഫ് എ പേഴ്സൺ ആസ് എ പാർട്ട്ണർ ഇൻ ദ ഫേം, നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോം ITR 3 ആണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മറ്റ് ഇൻകങ്ങൾ കൂടി നിങ്ങളുടെ ITR 3 എന്ന ഫോമിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സേ സാലറി, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, ഇങ്ങനെയുള്ള കാര്യം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ITR 3 എന്നുള്ള ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ITR 4, സുഖം എന്നുള്ളൊരു ഫോമാണ്. പ്രിസെംപ്റ്റീവ് റിട്ടേൺ എന്നാണ് ITR 4 എന്നുള്ള ഫോമിന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽസിനും വളരെ ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫോമാണ് ITR 4 എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ആണ് നിങ്ങൾ ITR 4 എന്നുള്ളൊരു ഫോമിൽ കൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇൻകം ടാക്സിലെ സെക്ഷൻ 44AD, 44ADA, 44AE എന്നുള്ള സെക്ഷൻ പ്രകാരമുള്ള റിട്ടേണുകളാണ് പൊതുവെ ITR 4 എന്നുള്ളൊരു ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ അപ് ടു 2 crores വരെയാണ് നിങ്ങൾക്ക് ITR 4 ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളൊരു പ്രൊഫഷൻ ആണ് ചെയ്യുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ റെസീപ്റ്റ്സ് 50 ലക്ഷം വരെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ITR 4 എന്നുള്ള ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതർവൈസ് അത് ലിമിറ്റ് എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 3 എന്നുള്ള ഫോം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആർക്കൊക്കെയാണ് ITR 4 ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, ഒരു റെസിഡന്റ് ആയിരിക്കണം ITR 4 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നോൺ റെസിഡന്റോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളൊരു കമ്മീഷൻ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്ന ഏജൻസി ബിസിനസ് ആണ്, ഇൻഷുറൻസ് ഏജൻസി. അപ്പൊ ഇൻഷുറൻസ് ഏജൻസിന് അല്ലെങ്കിൽ മറ്റ് കമ്മീഷൻ ഏജൻസികൾക്ക് ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ ITR 3 എന്നുള്ള ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഫോം തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട്. മറ്റൊരു കാര്യം നമ്മൾ മുൻപ് പറഞ്ഞതാണ്, നിങ്ങളുടെ ടേൺ ഓവർ 2 crores ആൻഡ് എബോവ് ആണെങ്കിൽ നിങ്ങൾ ITR 3 യൂസ് ചെയ്യാം. പ്രൊഫഷണൽ ഇൻകം 50 lakhs എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ITR 3 തന്നെ യൂസ് ചെയ്യേണ്ടത്. 1 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആണ്, നിങ്ങൾക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ITR 4 ഒരു ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ്. അതായത് നിങ്ങൾക്ക് ഇൻകം മാത്രമേ നിങ്ങൾക്ക് ITR 4 നിങ്ങൾക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഒരു പ്രിസെംപ്റ്റീവ് ബേസിൽ നിങ്ങളുടെ ഇൻകം 8% അല്ലെങ്കിൽ 6% അല്ലെങ്കിൽ 50% ആണ് എന്നാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളൊരു കമ്പനിയിലെ ഡയറക്ടർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺലിസ്റ്റഡ് ഷെയർസ് ഓർ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ദെൻ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എബോവ് 50 lakhs ആണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫോറിൻ അസറ്റ്, ഫോറിൻ ഇൻകം അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റി ഇൻ ആൻ അക്കൗണ്ട് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇത്തരം സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ITR 4 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ITR 5 എന്നുള്ള ഫോം കോമൺലി യൂസ് ചെയ്യുന്നത് ഫേംസ് അല്ലെങ്കിൽ LLP, പാർട്ണർഷിപ്പ് ഫേമുകൾ, LLPക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ് ITR 5 എന്ന് പറയുന്നത്. ITR 5 യൂസ് ചെയ്യുന്ന മറ്റു സാഹചര്യങ്ങൾ, നിങ്ങൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് നിങ്ങളുടെ ക്ലബ്ബുകൾ, അങ്ങനെയുള്ള ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ആർട്ടിഫിഷ്യൽ ജൂറിസ്ഡിഷ്യൽ പേഴ്സൺസ്, ദെൻ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഓഫ് ഇൻസോൾവെന്റ്, ബിസിനസ് ട്രസ്റ്റുകൾ, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഫോമുകളാണ് ITR 5 എന്നുള്ളത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫേമുകൾ അല്ലെങ്കിൽ LLPകൾ, ഇതൊക്കെ ITR 5 എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യുന്നത്. ITR 6 എക്സ്ക്ലൂസീവ്ലി ഫോർ കമ്പനീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്താണ് ITR 7? നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണെങ്കിൽ പോലും, നിങ്ങൾ സെക്ഷൻ 8 കമ്പനിയാണ്, നിങ്ങളൊരു ചാരിറ്റബിൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോമാണ് ഉപയോഗിക്കേണ്ടത്, ITR 7 എന്നുള്ള ഫോം. അപ്പോൾ ITR 7 ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 139A മുതൽ F വരെയുള്ള പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കാണ് ITR 7 യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മെയിൻലി ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ്, സൊസൈറ്റി, ഇൻകം ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് അണ്ടർ ട്രസ്റ്റ് എന്നുള്ളതാണ് സെക്ഷൻ 139(4)A എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് ITR 7 എന്നുള്ളത്. മറ്റു കാറ്റഗറികൾ പൊളിറ്റിക്കൽ പാർട്ടി 139(4)B, പൊളിറ്റിക്കൽ പാർട്ടി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ITR 7 എന്നുള്ള ഫോമിലാണ്. മറ്റ് CDEF എന്നുള്ള കാറ്റഗറികൾ വരുന്നത് സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ന്യൂസ് ഏജൻസി, ബിസിനസ് ട്രസ്റ്റ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ITR 7 മറ്റു ഫോമുകൾ അവർക്ക് അപ്ലിക്കബിൾ അല്ല എങ്കിൽ ITR 7 എന്നുള്ള ഫോമുകളാണ്
അവർ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ മെയിൻലി ITR 7 യൂസ് ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ്, സൊസൈറ്റീസ്, അങ്ങനെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 12A രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ആണ് ITR 7 എന്നുള്ള ഫോം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള മറ്റു വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.